ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പുതിയ മദ്യനയത്തിന് അംഗീകാരം നൽകാതെ മന്ത്രിസഭാ യോഗം. കരട് നയത്തിലെ ചില നിർദ്ദേശങ്ങളിൽ മന്ത്രിമാർ എതിർപ്പുന്നയിച്ച സാഹചര്യത്തിലാണ് തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചത്. ടൂറിസം മേഖലയിലെ 4 സ്റ്റാർ 5 സ്റ്റാർ ബാറുകളിൽ ഡ്രൈ ഡേയിൽ മദ്യം വിളമ്പാൻ അനുമതി നൽകുന്ന നിർദ്ദേശത്തിലും കള്ളുചത്ത മേഖലയിലെ വ്യവസ്ഥകളിലുമാണ് മന്ത്രിമാർ സംശയങ്ങൾ ഉന്നയിച്ചത്. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കരട് മദ്യനയത്തിന് അംഗീകാരം നൽകുകയായിരുന്നു ഇന്ന് ഓൺലൈനായി ചേർന്ന മന്ത്രിസഭാ യോഗത്തിൻ്റെ പ്രധാന അജണ്ട. ഡ്രൈ ഡേയിൽ ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ ഇളവ് നൽകാൻ അനുമതി നൽകുന്നതായിരുന്നു കരട് നയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം. ടൂറിസം കോൺഫറൻസുകളോ പരിപാടികളോ ഉണ്ടെങ്കിൽ 1,00,000 രൂപ പ്രത്യേക ഫീസ് കെട്ടിവെച്ച് 1-ാം തീയതിയും മദ്യം വിളമ്പാൻ അനുമതി നൽകുന്ന വ്യവസ്ഥയിൽ ചില മന്ത്രിമാർ സംശയം പ്രകടിപ്പിച്ചു. 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന കരട് നയത്തിലെ വ്യവസ്ഥയിൽ ചില മന്ത്രിമാർ പുതിയ നിർദ്ദേശങ്ങളും വെച്ചു. ടൂറിസം മേഖലയ്ക്ക് സഹായകരമായ കൂടുതൽ മാറ്റം നയത്തിൽ വേണമെന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ ആവശ്യം. വ്യവസായ നിക്ഷേപകർക്ക് അനുയോജ്യമാകുന്ന തരത്തിൽ കൂടുതൽ ഇളവുകൾ വേണമെന്ന് മന്ത്രി P രാജീവും ആവശ്യപ്പെട്ടു. കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയിൽ വ്യക്തത വേണമെന്നായിരുന്നു CPI മന്ത്രി K രാജന്റെ ആവശ്യം. ഇതോടെ ബന്ധപ്പെട്ടവരുമായെല്ലാം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി എക്സൈസ് വകുപ്പിന് നിർദ്ദേശം നൽകി. തുടർന്നാണ് കരട് നയം അംഗീകരിക്കുന്നത് മന്ത്രിസഭാ യോഗം മാറ്റിവെച്ചത്. നക്ഷത്ര ഹോട്ടലുകളിൽ കേരളത്തിന്റെ തനതു പാനീയമായ കള്ള് വിളമ്പാൻ കഴിഞ്ഞ മദ്യനയം അനുമതി നൽകിയിരുന്നു. ഇതിനുള്ള കള്ള് നക്ഷത്ര ഹോട്ടലുകൾ അവരുടെ പരിസരത്ത് നിന്ന് തന്നെ ചെത്തിയെടുക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ വ്യവസ്ഥയിൽ കരട് നയം മാറ്റം വരുത്തുന്നുണ്ട്. കള്ള് അതാത് പ്രദേശത്തെ കള്ള് ഷാപ്പുകളിൽ നിന്ന് വാങ്ങി വിൽക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടും വഴങ്ങാതെ ഡോക്ടർ ശശി തരൂർ MP. വ്യക്തിപരമായ നിലപാടുകൾ തുടരും എന്ന നിലപാടിൽ തന്നെയാണ് ശശി തരൂർ. ചർച്ചയ്ക്ക് പിന്നാലെ DYFI പരിപാടിക്ക് ശശി തരൂർ ആശംസ അറിയിച്ചത് പുതിയ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുള്ള ലേഖനവും മോദി ട്രംപ് കൂടിക്കാഴ്ചയെ പ്രശംസിച്ച നിലപാടും വലിയ വിവാദത്തിനിടയാക്കിയ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഡോക്ടർ ശശി തരൂരിനെ വിളിച്ചു വരുത്തിയത്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായും സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും തരൂരിന്റെ നിലപാടുകളിൽ മാറ്റമില്ല. വ്യക്തിപരമായ നിലപാടുകൾ തുടർന്നും പറയുമെന്നാണ് ശശി തരൂരിന്റെ നിലപാട്. പാർട്ടിക്ക് വഴങ്ങി നിന്ന കാലത്തും കേരളത്തിലെ നേതൃത്വം തന്നെ പരിഗണിച്ചിട്ടില്ലെന്ന് തരൂർ നേതൃത്വത്തോട് വ്യക്തമാക്കി. ഇക്കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ ഉറപ്പ്. നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും DYFI പരിപാടിക്ക് ആശംസ അറിയിച്ച ശശി തരൂരിന്റെ നിലപാട് കോൺഗ്രസിനുള്ളിൽ പുതിയ ചർച്ചകൾക്കിടയാക്കി. DYFI സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിന് ക്ഷണിക്കാനെത്തിയ A. റഹീം ഉൾപ്പെടെയുള്ള നേതാക്കളോടാണ് തരൂർ അഭിനന്ദനം അറിയിച്ചത്. ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചു. അദ്ദേഹം വളരെ പോസിറ്റീവായി 2 കാര്യങ്ങൾ പറഞ്ഞു. രണ്ടും വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, എന്നെ ക്ഷണിക്കാൻ കാണിച്ച മനസ്സിന് നന്ദി രേഖപ്പെടുത്തുന്നു. രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, വികസനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ രാഷ്ട്രീയം നോക്കാറില്ല. എനിക്കങ്ങനെ ഒരു നിലപാടാണുള്ളത്. അത് വളരെ പോസിറ്റീവായ നിലപാടല്ലേ. അതിനോട് അസഹിഷ്ണുത കാണിക്കുന്നവരുടെ മാനസികാരോഗ്യത്തെ അല്ലെങ്കിൽ മാനസിക നിലയല്ലേ നമ്മൾ പരിശോധിക്കേണ്ടേ. അതേസമയം ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിച്ചെന്നാണ് നേതാക്കൾ പറയുന്നത്. കോൺഗ്രസിനകത്ത് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആ കാര്യങ്ങളൊക്കെ ഇന്നലത്തെ സംസാരത്തോടുകൂടി തീർന്നുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ആ ലേഖനം സംബന്ധിച്ച വിവാദങ്ങൾ ഒരു അടഞ്ഞ അധ്യായമായിട്ട് കണക്കാക്കും. ഇനി തുടർന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ചാപ്റ്റർ ഞങ്ങൾ ക്ലോസ് ചെയ്തായിട്ട് കണക്കാക്കും. മന്ത്രി P രാജീവിനെ വിശ്വസിച്ചതാണ് ശശി തരൂരിന് പറ്റിയ തെറ്റെന്ന് മാത്യു കുഴൽനാടൻ MLA ആവർത്തിച്ചു. വിവാദങ്ങൾക്കിടെ ശശി തരൂർ ഇന്ന് കേരളത്തിലേക്ക് മടങ്ങും. 24, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന മനുഷ്യജീവനെടുത്തു. തൃശൂർ താമരവെള്ളച്ചാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 58-കാരൻ പ്രഭാകരൻ കൊല്ലപ്പെട്ടു. കാട്ടിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. നിഖിൽ പ്രമേഷ് പീച്ചിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. നിഖിൽ, ഈ പ്രഭാകരന്റെ മൃതദേഹത്തിനടുത്തേക്ക് എത്താൻ ഇനിയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും കഴിഞ്ഞിട്ടില്ല എന്നാണല്ലോ അറിയുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സംഭവ സ്ഥലത്തു നിന്ന് ഈ ഘട്ടത്തിൽ നിഖിൽ നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഈ മൃതദേഹത്തിന് അരികിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള വനപാലകരോട് ഈ സംഘത്തിലുണ്ടായിരുന്നു മൃതദേഹം എടുക്കാൻ പോയ ആളുകൾ വിളിച്ച് ബന്ധപ്പെടുകയും ഈ പ്രഭാകരൻ്റെ മക്കൾ ഇവിടെ ഉണ്ടായിരുന്നു അവരുമായൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരാണ് പറഞ്ഞു കൊടുത്തത് എവിടെയാണ് മൃതദേഹം ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം അവരാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുവരെ മൃതദേഹത്തിന് അരികിലേക്ക് എത്തിച്ചേരാൻ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവർ ഇന്നലെ ഈ വനവിഭവം ശേഖരിക്കാൻ ഏതാണ്ട് 3 മണിയോടെ
മണിയോട് കൂടിയാണ് ഇതാണ് പ്രഭാകരൻ്റെ വീട്. ആ വീട്ടിൽ നിന്ന് പോയത്. അവിടെ നിന്ന് അവർ 3 മണിയോട് കൂടി പോകുന്നു. അവർ വനവിഭവങ്ങളൊക്കെ അല്പം ശേഖരിച്ച് അവർക്ക് വൈകുന്നേരമാകുമ്പോഴേക്കും ഒരു ദിവസം തങ്ങിയ ശേഷമാണ് സാധാരണഗതിയിൽ ഇവർ മടങ്ങി വരാറ്. അത്തരത്തിൽ തങ്ങുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം അവർ കണ്ടെത്തുന്നു. അതിനുശേഷം മടങ്ങി വരാൻ വേണ്ടിയിട്ട് അതായത് അവിടെ വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെയാണ് ഈ ആനയുടെ മുന്നിൽപ്പെടുന്നത്. രണ്ടുപേരും മകനും മരുമകനും ഒപ്പം ഉണ്ടായിരുന്നു. ഇവർ ആനയെ കണ്ട ആഘാതത്തിൽ ഇവരെ ആക്രമിക്കാൻ വന്നതിൻ്റെ ഞെട്ടലിൽ നിന്ന് വളരെ വേഗത്തിൽ രക്ഷപ്പെട്ടു. പക്ഷേ അവിടെ അകപ്പെട്ടു പോയ പ്രഭാകരനെ ഈ ആന അതിക്രൂരമായി ആക്രമിക്കുകയും അദ്ദേഹം അവിടെ വെച്ച് തന്നെ മരിക്കുകയുമായിരുന്നു. മൃതദേഹം പക്ഷേ ഇതുവരെ ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. മൃതദേഹത്തിന് അരികിലേക്ക് എത്താൻ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ സാധിച്ചിട്ടില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന സബ് കളക്ടർ ഇപ്പോൾ സംഭവം വീട്ടിലേക്ക് എത്തി വിവരങ്ങൾ അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടുകാരെയൊക്കെ അദ്ദേഹം ഇതിനോടകം തന്നെ കണ്ടു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ മറ്റ് നടപടികൾ തുടർ നടപടികളെക്കുറിച്ചൊക്കെ അദ്ദേഹം മറ്റുദ്യോഗസ്ഥരുമായി എല്ലാം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നാളെ മാത്രമേ സംസ്കാര നടപടികളടക്കം ഉണ്ടാകൂ എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം ഇനിയിപ്പോൾ ഈ വനത്തിൽ നിന്ന് ഉൾവനത്തിലാണ് മൃതദേഹം നിലവിലത്തെ സാഹചര്യത്തിലുള്ളത്. ഇനിയിപ്പോൾ പുറത്തേക്ക് എത്തിച്ചാൽ തന്നെ നേരെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും സബ് കളക്ടർ അടക്കം സംഭവ സ്ഥലത്ത് എത്തി ഇപ്പോൾ വിശദ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. കളക്ടർ അടക്കം ഇവിടേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവത്തിനാണ് ഇന്നിപ്പോൾ പീച്ചിയിലെ ഈ ആദിവാസി ഊര് സാക്ഷ്യം വഹിച്ചത്. എന്തായാലും സംസ്കാര നടപടികൾ നാളെ ഉണ്ടാകും. ഈ മേഖലയിൽ നമുക്കറിയാം ഇതൊരു ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരു വനമേഖലയാണ്. നേരത്തെയും ഇത്തരത്തിലുള്ള വന്യമൃഗ ആക്രമണങ്ങൾ ശല്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്ന കാര്യവും. വിജയകുമാർ. യെസ്, നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. കാട്ടിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴാണ് പ്രഭാകരനെ കാട്ടാന ആക്രമിച്ചത്. ആ മൃതദേഹം കിടക്കുന്ന സ്ഥലത്തേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും ഇനിയും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി നിഖിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടേക്ക് എത്താനുള്ള ശ്രമം തുടരുന്നതേ ഉള്ളൂ. ഉൾക്കാട്ടിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായത്. മറ്റൊരു പ്രധാന വാർത്ത ഇപ്പോൾ വരുന്നത് PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം പരിഷ്കരിച്ചു. മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ചെയർപേഴ്സണായി ആശ തോമസിനെ നിയമിച്ചിട്ടുണ്ട്. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഈ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളത്തിൽ വലിയ വർധനയാണോ വരുത്തിയിരിക്കുന്നത്? സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ പ്രശ്നങ്ങൾ നമ്മൾ എല്ലാ സമയത്തും സംസ്ഥാന സർക്കാരും ധനവകുപ്പും ഒക്കെ എപ്പോഴും പറയുന്നതാണ്. അതിനിടയിലാണോ ഈ വലിയ വർധന ഉണ്ടായിരിക്കുന്നത്? വിജയകുമാർ, സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സംസ്ഥാനത്തെ PSC ചെയർമാൻ്റെയും PSC അംഗങ്ങളുടെയും ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള ശുപാർശയാണ് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നത്. വലിയ തോതിലുള്ള ശമ്പള വർധനവ് ഇവർക്കുണ്ട്. നേരത്തെ നിർദ്ദേശിക്കപ്പെട്ട പ്രകാരം ഏതാണ്ട് ശമ്പളവും ആനുകൂല്യവും അടക്കം 3 ലക്ഷത്തിൽ പരം രൂപ ചെയർമാൻ അടക്കം ലഭിക്കുന്ന തരത്തിലുള്ള ശുപാർശകളാണ് സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്നത്. ആ ശുപാർശകൾ അതേപടി അംഗീകരിച്ചു എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് തസ്തികയിലെ സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യമായ ശമ്പളമായിരിക്കും ഈ ചെയർമാന് നൽകാൻ പോകുന്നത്. ചെയർമാൻ ജില്ലാ ജഡ്ജിയുടെ സൂപ്പർ ടൈം സ്കെയിലിലെ പരമാവധി തുകയ്ക്ക് തുല്യവും അംഗങ്ങൾക്ക് ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡ് തസ്തികയിലെ പരമാവധി ശമ്പളത്തിനും തുല്യമായ തുകയാണ്. ഇത് ഏതാണ്ട് 2.5 ലക്ഷത്തിൽ പരം രൂപ വരും എന്ന കാര്യം ഉറപ്പാണ്. ഇതുകൂടാതെ PSC അംഗങ്ങൾക്ക് സ്റ്റാഫിനെ നിയമിക്കാനും ഡ്രൈവറെ നിയമിക്കാനും ഒക്കെ പ്രത്യേക ആനുകൂല്യങ്ങളുണ്ട്. ഇതെല്ലാം വരുമ്പോൾ ഏതാണ്ട് 4 ലക്ഷത്തോളം രൂപയുടെ ആനുകൂല്യങ്ങൾ ചെയർമാന് മാത്രമായി ലഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും സർക്കാർ ഈ അംഗീകരിച്ച ശമ്പള തുകയുടെ പട്ടിക പുറത്തുവിട്ടിട്ടില്ല. അത് ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളിപ്പോൾ. യെസ്, PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം പരിഷ്കരിച്ചു എന്ന് പറയുമ്പോൾ വലിയ തോതിൽ ശമ്പള വർധന PSC ചെയർമാനും അംഗങ്ങൾക്കും ഉണ്ടാകും. സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റി എപ്പോഴും പറയുന്ന സർക്കാരാണ് ഈ നിലയിൽ ശമ്പള വർധന പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന വിമർശനം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങളിൽ അതൃപ്തിയുമായി മുസ്ലിം ലീഗ്. പ്രധാന നേതാക്കൾ തമ്മിലുള്ള ഭിന്നത പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നാണ് ലീഗിന്റെ വിമർശനം. മലപ്പുറത്ത് ചേർന്ന മുസ്ലിം ലീഗ് യോഗത്തിൽ വിഷയം ചർച്ചയായി. UDF ഒറ്റക്കെട്ടായി പോകേണ്ട സമയമാണ് ഇത് എന്നായിരുന്നു യോഗത്തിന് മുൻപ് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പ്രതികരണം. UDF സംവിധാനം വളരെ ശക്തമായി പോകണം എന്ന് തന്നെയാണ് എല്ലാ കാലത്തും പാർട്ടി ആഗ്രഹിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോഴും ലീഗിന്റെ അഭിപ്രായം. ഇപ്പോൾ ശക്തി കുറവുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. എങ്കിലും കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ പാർട്ടി ചെയ്യും. UDF ഒറ്റക്കെട്ടായി ഐക്യത്തോടു കൂടി പോകേണ്ട സമയമാണിത്. കേരളത്തിലെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. അതിനോടൊപ്പം നിൽക്കാൻ UDFിലെ നേതാക്കന്മാരും ഘടകകക്ഷികളും തയ്യാറാകണം എന്ന അഭിപ്രായം മുസ്ലിം ലീഗിനുണ്ട്.
വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന്. വിപിൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശശി തരൂർ ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങൾ, അതിൽ ഇന്നലെ AICC ആസ്ഥാനത്ത് നടന്ന ചർച്ചകളിലും രാഹുൽ ഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെ വസതിയിൽ നടന്ന ചർച്ചകളിലും അതിൽ എന്തെങ്കിലും തരത്തിലൊരു സമവായം ഉണ്ടായി എന്ന സൂചനയില്ല. വരുന്ന വിവരങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. ഇതൊക്കെയാണോ ലീഗിനെ ഈ നിലയിൽ ഒരു ചർച്ച ലീഗിനകത്ത് നടക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്? അതിന്റെ പ്രതികരണമാണോ യോഗത്തിന് മുൻപ് സലാമിൽ നിന്ന് നമ്മൾ കേട്ടത്? വിജയകുമാർ, കഴിഞ്ഞ 1 മണിക്കൂറായി മുസ്ലിം ലീഗിന്റെ നേതൃയോഗം ഇപ്പോഴും മലപ്പുറത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കോൺഗ്രസിനുള്ളിലുള്ള ഇപ്പോഴത്തെ പടലപ്പിണക്കത്തിൽ അത് തീർക്കുന്നതിൽ ഒരു ഐക്യമില്ല എന്നുള്ള കാര്യത്തിൽ അത് മുസ്ലിം ലീഗിന് വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട്. അപ്പോൾ അത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലായാലും തദ്ദേശ തിരഞ്ഞെടുപ്പിലായാലും ഈ പോക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു സാധ്യതകളെ, UDFന്റെ സാധ്യതകളെ തന്നെ മങ്ങലേൽപ്പിക്കും എന്നുള്ള പൊതുവികാരമാണ് മുസ്ലിം ലീഗിന് അകത്തുള്ളത്. ചില MLA മാർ തന്നെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. കാരണം ഒരു കെട്ടുറപ്പില്ല UDFനകത്ത് എന്നുള്ളതാണ് ജനങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമുള്ളത്. ഇതിൽ കോൺഗ്രസിനകത്തുള്ള ഓരോ പ്രശ്നങ്ങൾ, അതിപ്പോൾ നമുക്കറിയാവുന്ന പോലെ ശശി തരൂർ വിഷയത്തിൽ ആ വിവാദം അതുപോലെ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കഴിയുന്നില്ല. അത് അതുപോലെ തന്നെ പോകട്ടെ, ആ പിണക്കവും ആ പ്രശ്നങ്ങളും വിവാദങ്ങളും അതുപോലെ തന്നെ പോകട്ടെ എന്നുള്ളത് ഒരു കൂട്ടർ കരുതുന്നു എന്നുള്ളതാണ് മുസ്ലിം ലീഗ് പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആരോപണമുള്ളത്. ഈ പ്രശ്നം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡിനെ തന്നെ മുസ്ലിം ലീഗ് അവരുടെ പ്രയാസങ്ങൾ മുസ്ലിം നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിലും ഒരു സമവായത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇതിനു മുൻപാണെങ്കിൽ രമേശ് ചെന്നിത്തലയും VD സതീശനുമായിട്ടുള്ള മുഖ്യമന്ത്രി പദത്തിന് ആരാണ് കൂടുതൽ യോഗ്യം തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു. ഇതൊക്കെ തന്നെ UDFനകത്ത് ഒരു ഐക്യമില്ല എന്നുള്ള സന്ദേശം മാത്രമാണ് പുറത്തേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് പ്രധാനമായും പറയുന്നത്. ഇതും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്താണ് UDFനകത്ത് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അത് കോൺഗ്രസിന്റെ നേതാക്കൾ തമ്മിലുള്ള പ്രയാസങ്ങൾ തീർക്കാൻ പോലും കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ അതൃപ്തിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഒപ്പം തന്നെ ഇന്നത്തെ ഈ നേതൃയോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലും എടുക്കേണ്ട പ്രാഥമികമായിട്ടുള്ള മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും ഇന്ന് നടക്കും. അതിനുശേഷമായിരിക്കും ഇപ്പോൾ PMA സലാം ഈ യോഗത്തിന് തൊട്ട് മുൻപ് പറഞ്ഞത് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളത് ജനം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഒരു ചർച്ച ഇന്ന് പ്രധാനമായും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. വിജയകുമാർ. മുസ്ലിം ലീഗ് നേതൃയോഗം തുടരുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഒക്കെ ഇന്നത്തെ ചർച്ചയുടെ ഭാഗമായി വരുന്നുണ്ട്. അതിനു മുമ്പ് PMA സലാം നടത്തിയ പ്രതികരണവും ശ്രദ്ധേയമായിരുന്നു. കൂടുതൽ പ്രതികരണങ്ങൾ യോഗത്തിന് ശേഷം പ്രതീക്ഷിക്കുന്നുണ്ട്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടി കോടനാട് എത്തിച്ചു. ആന ക്ഷീണിതനെങ്കിലും ആശങ്കാജനകമായ സാഹചര്യമില്ല എന്ന് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയ വ്യക്തമാക്കി. മയക്കുവെടിയേറ്റ ആനയെ കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി ചേർത്തു പിടിച്ച കാഴ്ചയ്ക്കും അതിരപ്പള്ളി സാക്ഷ്യം വഹിച്ചു. മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ദുരവസ്ഥ 24ലൂടെയാണ് പുറം ലോകം അറിഞ്ഞത്. ആഴ്ചകൾക്കിപ്പുറം പ്രാഥമിക ചികിത്സ നൽകി. പക്ഷെ ചികിത്സ ഫലപ്രദമായില്ലെന്ന് മാത്രമല്ല, മുറിവിൽ നിന്ന് പുഴു അരിച്ചിറങ്ങി. ഈ ദൃശ്യങ്ങൾ കൂടി 24 പുറത്തുവിട്ടതോടെയാണ് ആനയെ പിടികൂടി ചികിത്സിക്കാനുള്ള ദൗത്യത്തിലേക്ക് വനം വകുപ്പ് കടന്നത്. മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പനെ ഇന്ന് രാവിലെ കണ്ടെത്തിയത് വെറ്റിലപ്പാറയിലെ ചിക്ലായിൽ നിന്ന്. കൂട്ടിന് ഏഴാറ്റുമുഖം ഗണപതിയും ഉണ്ടായിരുന്നു. ചാലക്കുടിപ്പുഴ നീന്തിക്കടന്ന ഇരുവരും കാലടി പ്ലാന്റേഷനിലേക്ക്. പിന്നാലെ ദൗത്യസംഘം പ്ലാന്റേഷനിൽ ഏഴാറ്റുമുഖം ഗണപതി അരികിൽ നിൽക്കെ മുറിവേറ്റ ആനയ്ക്ക് മയക്കുവെടി വെച്ചു. വെടിയേറ്റ ആന ഗണപതിക്കൊപ്പം അല്പദൂരം മുന്നോട്ട് നീങ്ങിയെങ്കിലും പതിയെ മയങ്ങി. ഒപ്പമുണ്ടായിരുന്ന ചങ്ങാതിക്ക് ആപത്ത് പിണഞ്ഞുവെന്ന് മനസ്സിലായ ഏഴാറ്റുമുഖം ഗണപതി പലകുറി മുറിവേറ്റ കൊമ്പനെ മയക്കത്തിൽ നിന്ന് ഉണർത്താൻ ശ്രമിച്ചു. ആന താഴെ വീണതും ഗണപതിയെ റബ്ബർ ബുള്ളറ്റ് പ്രയോഗിച്ച് കാട്ടിലേക്ക് തുരത്തി. പിന്നാലെ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം ആനക്കരികിലെത്തി പ്രാഥമിക ചികിത്സ നൽകി. മുറിവിൽ മരുന്നുവെച്ച ശേഷം കുങ്കിയാനകളെ ഉപയോഗിച്ച് ഉയർത്താൻ ശ്രമം. അതിനിടയിൽ ആന സ്വയം എഴുന്നേറ്റു. കോന്നി സുരേന്ദ്രനും കുഞ്ചുവും വിക്രമും ചേർന്ന് ആനയെ തള്ളി അനിമൽ ആംബുലൻസിൽ കയറ്റി. ഒരു മണിക്കൂറിനകം ആനയെ കോടനാട് അഭയാരണ്യത്തിലെത്തിച്ചു. ആനയുടെ മുറിവിന് ഒരടിയോളം താഴ്ചയുണ്ടെന്ന് ഡോക്ടർ അരുൺ സക്കറിയ. ആശങ്കയുടെ നാളുകൾക്കിപ്പുറം അഭയാരണ്യത്തിൽ ആനയ്ക്ക് അഭയകേന്ദ്രമൊരുങ്ങി. ഇനി ചികിത്സയുടെ നീണ്ട നാളുകളാണ്.
കോടനാട് അഭയാരണ്യത്തിൽ നിന്നും ടീം 24. കാട്ടാനയെ എത്തിച്ച കോടനാട് അഭയാരണ്യത്തിൽ നിന്ന് അശ്വിൻ പാലാഴി ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അശ്വിൻ, അവിടെ എത്തിച്ച ഉടൻ തന്നെ വിദഗ്ധ ചികിത്സ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദീർഘനാൾ, മാസങ്ങളോളം വേണ്ടിവരും ഈ ആനയുടെ ചികിത്സയ്ക്ക് എന്ന് ഡോക്ടർ അരുൺ സക്കറെ തന്നെ വ്യക്തമാക്കി. മുറിവ് ആഴമുള്ളതാണ്, പക്ഷേ ആശങ്കാജനകമായ ഒരു സാഹചര്യമില്ല എന്നാണ് വനം വകുപ്പ് കരുതുന്നത്, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഈ ചികിത്സയ്ക്ക് ഏറ്റവും ഗുണകരമായ സമയം എന്ന് പറയുന്നത് അത് ഈ ആന മയക്കുപിടിയേറ്റ് വീണ് കിടന്ന സമയമാണ്. ആ നേരം തന്നെ ഈ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ ഈ ഡോക്ടർമാരുടെ സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഡോക്ടർ അരുൺ സക്കറിയ വ്യക്തമാക്കിയത്. അതായത് ഏറ്റവും വെല്ലുവിളിയായി ഈ ഡോക്ടർമാരുടെ സംഘം കണ്ടിരുന്നത് ഈ മുറിവ് വൃത്തിയാക്കുക, അതിനുള്ളിൽ പഴുപ്പ് പൂർണ്ണമായും നീക്കുക എന്നുള്ളതാണ്. അത് ആന സ്റ്റാൻഡിങ്ങിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആന വീണ് കിടന്ന സമയത്ത് അത് പൂർണ്ണമായി ആ ജോലി ചെയ്തു തീർക്കാനായി എന്നുള്ളതാണ് ഏറ്റവും ഗുണകരമായ കാര്യം. ഒപ്പം ആ സമയം തന്നെ മരുന്ന് പൂർണ്ണമായി നൽകാൻ കഴിഞ്ഞു. ആവശ്യമായ ഇഞ്ചക്ഷനുകളെല്ലാം തന്നെ കിടന്ന സമയത്ത് തന്നെ പൂർത്തിയാക്കി. അതിനുശേഷമാണ് ആന ഈ അനിമൽ ആംബുലൻസിലേക്ക് കയറുന്നതും തിരികെ കോടനാട് ആരോഗ്യ കേന്ദ്ര ആന പരിപാലന കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതും. നിലവിൽ ഇപ്പോൾ ഈ കൂടിനകത്ത് ആന സുരക്ഷിതനാണ്, ശാന്തനായി തന്നെ നിൽക്കുകയാണ്. സാധാരണഗതിയിൽ ഈ കൂടിനകത്തേക്ക് ഒരു ആനയെ പിടിച്ചു കയറ്റിയാൽ ഇതിൻ്റെ സെഡേഷൻ പീരീഡ് കഴിയുമ്പോൾ അത് അക്രമാസക്തനാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആനയുടെ കാര്യത്തിൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ചികിത്സ കുറച്ചുകൂടി എളുപ്പമാകും എന്നുള്ളതാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത്. നിലവിൽ ഇപ്പോൾ ഈ കൂട് പൂർണ്ണമായി മൂടിയിട്ടുണ്ട്. ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ഈ ടൂറിസ്റ്റുകളെ, ഇവിടെ വിനോദസഞ്ചാരത്തിനെത്തുന്ന ആളുകളെ ഇന്ന് രാവിലെ വരെ ഈ ആനയെ നിലവിൽ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്കൊക്കെ എത്തിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ചികിത്സയുടെ സാഹചര്യത്തിൽ അവിടേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. വരുന്ന 1.5 മാസക്കാലം ഈ ആനയ്ക്ക് വേണ്ട കൃത്യമായ പരിപാലനം ആ കൂട്ടിനുള്ളിൽ നൽകാനുള്ള ആലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏത് രീതിയിലുള്ള ചികിത്സ വേണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ചേരുന്ന ഈ ഡോക്ടർമാരുടെ സംഘത്തിൻ്റെ യോഗത്തിലായിരിക്കും തീരുമാനിക്കുക. നിലവിൽ എന്തായാലും പ്രാഥമിക ചികിത്സ ഇപ്പോഴും തുടരുകയാണ്. ആനയെ കൃത്യമായി ക്ലോസ് റേഞ്ചിൽ നിരീക്ഷിച്ചായിരിക്കും ഈ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോവുക. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ആഴമേറിയ മുറിവാണ്, അത് ഭേദമാകാൻ മാസങ്ങളോളം വേണ്ടിവരും. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആനയെ പരിശോധിച്ച ഡോക്ടേഴ്സൊക്കെ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലക്കിട്ട് നാട് കടത്തുന്ന വീഡിയോ പങ്കുവച്ച് വൈറ്റ് ഹൗസ്. നിയമവിരുദ്ധ കുടിയേറ്റം നിരുത്സാഹപ്പെടുത്താനുള്ള തന്ത്രമാണ് ഇത് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലക്കിട്ട് നാട് കടത്തുന്നത് സുരക്ഷാ പ്രോട്ടോക്കോളിന്റെ ഭാഗമെന്നാണ് അമേരിക്കയുടെ വാദം. 2021 സെപ്റ്റംബറിൽ ടെക്സസിൽ നിന്ന് ഹെയ്ത്തികളെ നാട് കടത്തിയപ്പോൾ കുടിയേറ്റക്കാർ വിമാനത്തിനകത്ത് അക്രമാസക്തരായത് അമേരിക്ക ചൂണ്ടിക്കാട്ടുന്നു. ഇത് കാരണമാണ് വിമാനത്തിലുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ചങ്ങലക്കിടാൻ തീരുമാനിച്ചതെന്നും അമേരിക്ക പറയുന്നു. അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലക്കിട്ടയക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വൈറ്റ് ഹൗസ് നിയമവിരുദ്ധ കുടിയേറ്റം നിരുത്സാഹപ്പെടുത്തുന്നതിനുള്ള തന്ത്രമായാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇത് അനധികൃത കുടിയേറ്റക്കാരിൽ ഭയം ജനിപ്പിക്കും. വൈറ്റ് ഹൗസിന്റെ പോസ്റ്റ് പങ്കുവച്ച ഇലോൺ മസ്ക് രംഗത്തെത്തിയതും അനധികൃത കുടിയേറ്റക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന്റെ ഭാഗമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ കൈവിലങ്ങണിയിച്ച് നാട്ടിലെത്തിച്ചത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. റിസർച്ച് ഡെസ്ക് 24. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ ഇന്ത്യയിലെ കനത്ത നികുതി ഘടനയ്ക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന നികുതി ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും അമേരിക്കയ്ക്ക് ഇന്ത്യൻ വിപണിയിലേക്ക് കടക്കാനാകാത്തതിന് കാരണം ഉയർന്ന നികുതിയാണെന്നും ട്രംപ് വിമർശിച്ചു. വോട്ടേഴ്സിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യക്ക് അമേരിക്ക $21 മില്യൺ നൽകേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് ഡൊണാൾഡ് ട്രംപ് ചോദിച്ചു. ഇന്ത്യയുടെ കൈവശം ധാരാളം പണമുണ്ടെന്നും അമേരിക്ക ഇന്ത്യയിലെ വോട്ടർ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ധനസഹായം നൽകേണ്ട ആവശ്യമില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യയിൽ വോട്ടേഴ്സിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി US എയ്ഡ് $21 മില്യൺ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംഭാവന ചെയ്തതായി ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പ് വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം. എന്നാൽ ഇന്ത്യയിലെ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ അമേരിക്ക പണം നൽകുന്നുണ്ടെന്ന വെളിപ്പെടുത്തൽ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറൈഷി നിഷേധിച്ചു. താൻ പദവിയിലിരിക്കുമ്പോൾ അത്തരമൊരു ധാരണാപത്രത്തിലും ഒപ്പിട്ടിട്ടില്ലെന്നും ഖുറൈഷി വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24.
ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം, ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിന്റെ ആവശ്യങ്ങൾ പരിശോധിക്കാൻ സുപ്രീം കോടതി മേൽനോട്ട സമിതിക്ക് നിർദ്ദേശം നൽകി എന്നതാണ്. മരം മുറിക്കാനുള്ള അനുമതി ഉൾപ്പെടെ തമിഴ്നാട് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കാനാണ് മേൽനോട്ട സമിതിയോട് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ യോഗം വിളിക്കാനും മേൽനോട്ട സമിതി അധ്യക്ഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുപ്രീം കോടതി. ഇതുൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ബാക്കിയുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് തമിഴ്നാടിന്റെ ആവശ്യങ്ങൾ പരിശോധിക്കാൻ സുപ്രീം കോടതി മേൽനോട്ട സമിതിക്ക് നിർദ്ദേശം നൽകി. മരം മുറിക്കാനുള്ള അനുമതി ഉൾപ്പെടെ തമിഴ്നാടിന്റെ ആവശ്യം പരിഗണിക്കാനാണ് നിർദ്ദേശം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ബൽറാം, തമിഴ്നാട് മുന്നോട്ട് വയ്ക്കുന്ന ചില ഹ്രസ്വകാല ആവശ്യങ്ങളുണ്ട്. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ റോഡ്, അതുപോലെ തന്നെ ഈ മരം മുറിക്കൽ അടക്കം അതിൻ്റെ ഭാഗമായി ആവശ്യങ്ങൾ തുടർച്ചയായി ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ പരിഗണിക്കണം അടിയന്തരമായി എന്നാണോ ഇപ്പോൾ ഈ മേൽനോട്ട സമിതിയോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്? വിജയകുമാർ, മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട കേസിലെ നിർണായകമായ നിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മേൽനോട്ട സമിതി ഇരുഭാഗത്തിനും സ്വീകാര്യമാകുന്ന പരിഹാരം കണ്ടെത്തണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. പുതിയതായി രൂപീകരിച്ച മേൽനോട്ട സമിതി തമിഴ്നാട് ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഗണിക്കണം, അത് മരമുറിക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഗണിക്കണമെന്ന നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. കേരളത്തിനും തമിഴ്നാടിനും സ്വീകാര്യമാകുന്ന പരിഹാരം കണ്ടെത്താനുള്ള നടപടികൾ ഉണ്ടാകണം. തർക്കമുണ്ടെങ്കിൽ അക്കാര്യം മേൽനോട്ട സമിതി സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് നൽകണമെന്നുമുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മേൽനോട്ട സമിതി ചെയർമാൻ ഇരു സംസ്ഥാനങ്ങളുടെയും യോഗം വിളിക്കണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ യോഗം വിളിക്കണമെന്ന നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഡാമുമായി ബന്ധപ്പെട്ട മറ്റ് ഹർജികൾ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന് മുന്നിൽ ലിസ്റ്റ് ചെയ്യാനും നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് കോടതിയുടെ ഭാഗത്തു നിന്നും. ഈ വിഷയങ്ങളിലുണ്ടായ തീരുമാനം 4 ആഴ്ചയ്ക്കുള്ളിൽ മേൽനോട്ട സമിതി സുപ്രീം കോടതിക്ക് റിപ്പോർട്ടായി സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിജയകുമാർ. യെസ്, ഈ വിഷയങ്ങളിൽ കേരളം ഒരു നീട്ടിക്കൊണ്ടുപോകൽ സമീപനം സ്വീകരിക്കുന്നു എന്ന തമിഴ്നാടിന്റെ ആരോപണം കോടതിയുടെ മുന്നിൽ എത്തിയിരുന്നു. ആ ഘട്ടത്തിലാണ് മേൽനോട്ട സമിതി ഇത് പരിശോധിച്ച് തീരുമാനമെടുക്കട്ടെ എന്നിപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അടിയന്തരമായി ഒരാഴ്ചയ്ക്കകം മേൽനോട്ട സമിതി യോഗം ചേർന്ന് തീരുമാനമെടുക്കണം എന്നാണ് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് നടക്കാവ് ഹോളി ക്രോസ് കോളേജിൽ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയെ റാഗിങ്ങിന് ഇരയാക്കിയെന്ന് പരാതി. ഒളവണ്ണ സ്വദേശി വിഷ്ണുവിനെയാണ് കൂളിംഗ് ഗ്ലാസ് ധരിച്ചതിന്റെ പേരിൽ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. 6 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു. ഈ മാസം 14 വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. കൂളിംഗ് ഗ്ലാസ് ധരിച്ച് 1ാം വർഷ വിദ്യാർത്ഥി വിഷ്ണു നടന്നതാണ് പ്രകോപന കാരണം. വോളിബോൾ കോർട്ടിൽ വെച്ച് 3ാം വർഷ വിദ്യാർത്ഥികളായ 6 പേർ ചേർന്ന് മർദ്ദിച്ചു എന്നാണ് വിഷ്ണു നൽകിയ പരാതിയിൽ പറയുന്നത്. തലയ്ക്ക് പിന്നിലും വലതുകാലിന്റെ തുടയിലും പരിക്കേറ്റു. മുഹമ്മദ് സിനാൻ, ഗൗതം ഉൾപ്പെടെ 6 വിദ്യാർത്ഥികൾക്കെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായി കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അതിന് വേണ്ട നടപടികൾ എടുക്കുകയും ആ കുട്ടികളെ പുറത്താക്കുകയും ചെയ്തു. ക്യാമ്പസിന് പുറത്താക്കി. പിന്നെ വീണ്ടും ചെറിയ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നിയപ്പോൾ തന്നെ നമ്മൾ പോലീസിൽ വിളിച്ചറിയിക്കുകയും പോലീസ് ഇമ്മീഡിയറ്റ്ലി ക്യാമ്പസിൽ വരികയും ചെയ്തു. പിന്നെ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി നമ്മളെ CCTVയുടെ ഫുട്ടേജ് എല്ലാം കൃത്യമായിട്ട് പരിശോധിച്ചു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ളത് ഇപ്പോൾ അവരുടെ കയ്യിലാണ്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ നടപടി സ്വീകരിച്ചെന്നും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് കൈമാറിയെന്നും കോളേജ് അധികൃതർ പ്രതികരിച്ചു. 24 കോഴിക്കോട്. തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ റാഗിങ്ങിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തേക്കും. പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയതിന് പിന്നാലെയാണ് അറസ്റ്റിനുള്ള പോലീസിന്റെ നീക്കം. റാഗിങ്ങിനിരയായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ബിൻസ് ജോസിനെ ഇന്നലെയും പോലീസ് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി. വിശദമായ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മറ്റു വകുപ്പുകൾ ചുമത്തിയത്. പ്രകോപനമില്ലാതെ തടഞ്ഞുവെച്ച SFI പ്രവർത്തകരായ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു എന്നാണ് പുതിയ FIR. കഴിഞ്ഞ ദിവസം ആന്റി റാഗിംഗ് സെൽ റാഗിംഗ് സ്ഥിരീകരിച്ചതോടെ ആരോപണ വിധേയരായ 7 വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തിരുന്നു. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിലെ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളെ ഹോസ്റ്റൽ മുറിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. അറസ്റ്റ് രേഖപ്പെടുത്തി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനും 2 ദിവസത്തെ കസ്റ്റഡിയിൽ നൽകണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം. കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയും. കൃത്യം നടന്ന ഹോസ്റ്റൽ മുറിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പ്രതികളെ എറണാകുളം ജില്ലാ ജയിലിൽ നിന്ന് രാവിലെ തന്നെ ഏറ്റുമാനൂരിലെത്തിച്ചു. വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്.
കേസിൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു. പ്രിൻസിപ്പലിന്റെയും വാർഡന്റെയും വിശദമായ മൊഴി രേഖപ്പെടുത്തും. കുറ്റകൃത്യം അറിഞ്ഞില്ലെന്ന വാദം ശരിയാണമെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. 24 കോട്ടയം. കോട്ടയത്ത് കുട്ടികളുടെ ആശുപത്രിയിൽ 3 വയസ്സുകാരി മരിച്ച സംഭവം ചികിത്സാ വീഴ്ചയെന്ന് പരാതി. മതിയായ ചികിത്സ ലഭിച്ചില്ല എന്നാരോപിച്ച് മാതാപിതാക്കൾ രംഗത്തു വന്നു. എന്നാൽ ചികിത്സാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കട്ടപ്പന സ്വദേശികളായ വിഷ്ണു ആശ ദമ്പതികളുടെ മകൾ ഏകപർണിക ഇന്നലെയാണ് മരിച്ചത്. വയറുവേദനയെ തുടർന്ന് കോട്ടയത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്തിലെത്തിച്ച കുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും പിന്നീട് മരണം സംഭവിക്കുകയുമായിരുന്നു. മരണത്തിനു മുൻപ് കുട്ടിക്ക് അസ്വസ്ഥതയുണ്ടായപ്പോൾ മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നാണ് പരാതി. രാവിലെ തൊട്ട് ഇവരോട് പറയുന്നുണ്ട്, ഡോക്ടർ ഈ കുഞ്ഞിന് തീർത്തും വയ്യ, കുഞ്ഞ് ഇങ്ങനെയുള്ള ആളല്ല, കുഞ്ഞ് നല്ല ആക്റ്റീവായിട്ടുള്ള ആളാണ്, ഇത്ര ക്ഷീണം വന്നാലും അവൾ എണീറ്റിരിക്കും, എത്ര പനി വന്നാലും എന്തൊക്കെ ഉണ്ടെങ്കിലും അവൾ എണീറ്റിരിക്കുന്ന ആള്. കുഞ്ഞിന്റെ കണ്ണിങ്ങനെ മറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പിന്നെ ചുണ്ടിന്റെ നാക്കിന്റെ എല്ലാം നിറം മാറി. പക്ഷെ അതൊന്നും സിസ്റ്റർ പറയുന്നത് ഇത്ര ഛർദ്ദിച്ച കുഞ്ഞല്ലേ, അപ്പൊ അതിന് ക്ഷീണം വരുമെന്നാ പറയുന്നത്. ഞാൻ അതിന് മാത്രം കുഞ്ഞ് ഛർദ്ദിച്ചിട്ടില്ല. കഴിഞ്ഞ 11-ാം തീയതി കുട്ടിയെ വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അന്ന് മരുന്ന് നൽകി വീട്ടിലേക്ക് പറഞ്ഞുവിട്ടു. തുടർന്ന് കഴിഞ്ഞ ദിവസം അസുഖം മൂർച്ഛിക്കുകയായിരുന്നു. എന്നാൽ മാതാപിതാക്കളുടെ ആരോപണങ്ങൾ ആശുപത്രി അധികൃതർ തള്ളി. മതിയായ ചികിത്സ നൽകിയിരുന്നുവെന്നാണ് സൂപ്രണ്ട് പറയുന്നത്. മാതാപിതാക്കൾ പരാതി നൽകിയതിനെ തുടർന്ന് കട്ടപ്പന പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 24 കോട്ടയം. പാതിവില തട്ടിപ്പിൽ നിർണായക കണ്ടെത്തലുമായി ക്രൈംബ്രാഞ്ച്. അനന്തു കൃഷ്ണൻ കമ്മീഷൻ കൈപ്പറ്റിയതിന്റെയും രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയതിന്റെയും രേഖകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. അതേസമയം പ്രതിയിൽ നിന്നും മാത്യു കുഴൽനാടൻ MLA പണം കൈപ്പറ്റിയതിന് തെളിവില്ലെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. പാതിവില തട്ടിപ്പിൽ അന്വേഷണം പുരോഗമിക്കവെയാണ് കമ്മീഷൻ കഥകൾ പുറത്തുവരുന്നത്. അനന്തു കൃഷ്ണൻ തട്ടിപ്പ് പണത്തിൽ നിന്നും കമ്മീഷൻ കൈപ്പറ്റിയതായും ഇത് ഏകദേശം 7,50,00,000 രൂപ വരുമെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ഒരു സ്കൂട്ടറിന് നിശ്ചിത തുക കമ്മീഷനായി ലഭിച്ചു. ഈ പണം അനന്തു കൃഷ്ണൻ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി. ഇടുക്കിയിലെ കോൺഗ്രസ് CPIM നേതാക്കൾക്ക് അനന്തു കൃഷ്ണൻ തുക നൽകിയത് കമ്മീഷനായി ലഭിച്ച പണത്തിൽ നിന്നാണെന്നും ഇതിന്റെ രേഖകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചതായും വിവരമുണ്ട്. അതേസമയം പ്രതിയിൽ നിന്നും മാത്യു കുഴൽനാടൻ MLA പണം കൈപ്പറ്റിയതിന് തെളിവില്ലെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നു. ബാങ്ക് അക്കൗണ്ടുകളിലൂടെ പണം വാങ്ങിയ നേതാക്കളുടെ പട്ടികയിൽ മാത്യു കുഴൽനാടൻ ഇല്ല. അനന്തു കൃഷ്ണന്റെ അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചതിൽ മാത്യു കുഴൽനാടനെതിരെ രേഖകൾ ലഭിച്ചിട്ടില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. അതേസമയം പാതിവില തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി അനന്തു കൃഷ്ണന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്ന പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വേണം എന്ന് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടും. ക്രൈംബ്രാഞ്ച് കേസെടുത്തതിന് പിന്നാലെ കൊച്ചിയിലെ വിവിധ ഓഫീസുകളിൽ അനന്തു കൃഷ്ണനെ എത്തിച്ച് പരിശോധന നടത്തിയിരുന്നു. കേസിൽ കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് കൂടുതൽ പേർക്ക് നോട്ടീസ് അയച്ചേക്കും. പ്രാദേശിക തലത്തിൽ പണം പിരിച്ച സംഘടനകളുടെ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്താനും EDയുടെ നീക്കം. സംസ്ഥാനത്ത് ഭീതി പരത്തി നാട്ടിലേക്കിറങ്ങി വന്യമൃഗങ്ങൾ. വയനാട് തലപ്പുഴയിൽ വനം വകുപ്പിന്റെ ക്യാമറയിൽ കടുവയുടെ ചിത്രം പതിഞ്ഞു. ആലപ്പുഴ മാന്നാറിലും കോഴിക്കോട് പാലങ്ങാട്ടും കാട്ടുപന്നികൾ ജനവാസ മേഖലയിൽ ഇറങ്ങി. വയനാട് തലപ്പുഴ 43-ൽ വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറയിലാണ് കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. പ്രദേശവാസിയായ സന്തോഷിന്റെ പറമ്പിൽ ഇന്നലെ വൈകിട്ടോടെയാണ് കടുവയെത്തിയത്. പ്രദേശത്ത് വനം വകുപ്പിന്റെ പരിശോധന നടക്കുകയാണ്. കടുവയെ കണ്ടെന്ന പരാതിയിൽ കോഴിക്കോട് വിലങ്ങാടും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ആലപ്പുഴ വീയപുരത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ലൈസൻസുള്ള തിരുവല്ല സ്വദേശി സുരേഷ് കുമാറാണ് പന്നിയെ വെടിവെച്ചത്. കായംകുളം വീയപുരം മേഖലകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. ആലപ്പുഴ മാന്നാറിൽ കാട്ടുപന്നി കുറുകെ ചാടി 2 സൈക്കിൾ യാത്രക്കാർക്ക് പരിക്കേറ്റു. കോഴിക്കോട് നരിക്കുനിയിൽ വീട്ടിനകത്തേക്ക് കാട്ടുപന്നിയെത്തി. ഗൃഹനാഥൻ സലീം ഉടൻ വീട്ടിനകത്തേക്ക് കയറിയതിനാൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല വിഷയത്തിൽ എക്സൈസ് മന്ത്രി MB രാജേഷുമായി സംവാദത്തിനില്ലെന്ന്
മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സംവാദത്തിന് പാലക്കാട് MP VK ശ്രീകണ്ഠനെ നിയോഗിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവുമായോ മുൻ പ്രതിപക്ഷ നേതാവുമായോ 24 വിഷയത്തിൽ സംവാദത്തിന് തയ്യാറാണ് എന്ന് MP രാജേഷ് ഇന്നലെ പ്രതികരിച്ചു. മദ്യനിർമ്മാണശാല വിഷയത്തിൽ സ്ഥലം MP-യായ തന്നോട് സംവാദം നടത്താനുള്ള VK ശ്രീകണ്ഠന്റെ വെല്ലുവിളിയോടായിരുന്നു MP രാജേഷിന്റെ മറുപടി. ആദ്യം ആരോപണവുമായി എത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശനുമായോ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായോ സംവാദത്തിന് തയ്യാർ എന്നായിരുന്നു മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം. ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവുമാണല്ലോ ആദ്യം ആരോപണം ഉന്നയിച്ചത്. ഇപ്പോൾ അവരതിനെക്കുറിച്ച് മിണ്ടുന്നുമില്ല. അപ്പോൾ അവര് സംവാദത്തിന് തയ്യാറാണെങ്കിൽ വരട്ടെ, അതിന് തയ്യാറാണ്. 24 ന്യൂസ് അവരെ സംവാദത്തിന് വിളിച്ചാൽ ഞാൻ വരാൻ തയ്യാറാണ്. എന്നാൽ മന്ത്രിയുമായി സംവാദത്തിനില്ലെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നിലപാട്. സംവാദത്തിന് VK ശ്രീകണ്ഠനെ നിയോഗിക്കുന്നു എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അദ്ദേഹം എന്നെ എന്താ സംവാദത്തിന് വിളിച്ചു എന്ന് പറഞ്ഞു. ഞാൻ സംവാദത്തിന് VK ശ്രീകണ്ഠൻ MP-യെ നിയോഗിക്കുകയാണ്. കാരണം ശ്രീ രാജേഷിനെ തോൽപ്പിച്ച ആളാണ് VK ശ്രീകണ്ഠൻ, അവിടുത്തെ MP-യാണ്. അദ്ദേഹം തയ്യാറായിട്ടുണ്ട് സംവാദത്തിന്. അതുകൊണ്ട് പാലക്കാട് MP-യുമായിട്ട് അദ്ദേഹം സംവാദം നടത്തട്ടെ. അദ്ദേഹത്തിനാണല്ലോ എന്നേക്കാൾ കുറെ കൂടി ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്ന ഒരാൾ. മദ്യക്കമ്പനികളുടെ വക്താവായി എക്സൈസ് മന്ത്രി MP രാജേഷ് സംസാരിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. സംവാദ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം ലഭ്യമായിട്ടില്ല. 24 ഡൽഹി. മലപ്പുറം അരീക്കോട് ചെരട്ടമ്മലിൽ ഫുട്ബോൾ മത്സരത്തിനിടെ കരിമരുന്ന് പ്രയോഗിച്ച് അപകടമുണ്ടായതിൽ കേസെടുത്തു പോലീസ്. സംഘാടക സമിതിക്കെതിരെയാണ് കേസ്. പടക്കം പൊട്ടിത്തെറിച്ചും തിക്കിലും തിരക്കിലും പെട്ടും 47 പേർക്കാണ് പരിക്കേറ്റത്. അരീക്കോട് തെരട്ടമ്മലിൽ നടന്ന അപകടത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളാണിത്. ഇന്നലെ രാത്രിയായിരുന്നു ജനകീയ കമ്മിറ്റി നടത്തുന്ന സെവൻസ് ഫുട്ബോളിന്റെ ഫൈനൽ മത്സരം. മത്സരത്തിന് തൊട്ടു മുൻപ് ചൈനീസ് പടക്കങ്ങൾ ഉപയോഗിച്ച് കരിമരുന്ന് പ്രയോഗം. ഇതിൽ ഒരു ബോക്സ് പടക്കം മറിഞ്ഞു വീണ് ദിശ തെറ്റി ഗാലറിയിലേക്ക് വീണ് പൊട്ടിത്തെറിച്ചു. കുട്ടികൾക്കാണ് കൂടുതലും പരിക്കുപറ്റിയത്. പൊള്ളലേറ്റതിനു പുറമെ ആളുകൾ ചിതറിയോടിയതിനെ തുടർന്നും പരിക്കുപറ്റി. 47 പേർ ചികിത്സ തേടി. ഇതിൽ 3 പേരുടെ പരിക്ക് സാരമുള്ളതാണ്. ആരുടെയും നില ഗുരുതരമല്ല. വീണ്ടും കളി പുനരാരംഭിച്ചെങ്കിലും കൂടുതൽ ആളുകൾ സ്റ്റേഡിയത്തിലേക്ക് കയറിയതിനെ തുടർന്ന് സംഘർഷാവസ്ഥയുണ്ടായി. പോലീസ് ഇടപെട്ടാണ് ശാന്തമാക്കിയത്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും അടക്കം അനുമതി വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് ജനകീയ കമ്മിറ്റി പ്രസിഡന്റ് 24-നോട്. ഫയർഫോഴ്സിന്റെ ഉണ്ട്, പോലീസ്, അതുപോലെ PWD എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും അനുവാദത്തോടു കൂടി തന്നെയാണ് ടൂർണമെന്റ് നടത്തിയിട്ടുള്ളത്. ഒരാൾക്കും അത് പരാതി പറയാൻ കഴിയില്ല. അലക്ഷ്യമായി പടക്കം ഉപയോഗിച്ചതിനും അനുമതിയില്ലാതെ കരിമരുന്ന് പ്രയോഗം നടത്തിയതിനും അരീക്കോട് പോലീസ് കേസെടുത്തു. 3 പേരാണ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇന്നലെ മാറ്റിവെച്ച ഫൈനൽ മത്സരം മറ്റൊരു ദിവസം നടത്തുമെന്നാണ് സംഘാടക സമിതി അറിയിക്കുന്നത്. 24 മലപ്പുറം. പത്തനംതിട്ട പെരുന്നാട്ടിൽ കൊല്ലപ്പെട്ട CITU പ്രവർത്തകൻ ജിതിൻ ഷാജിയുടെ സംസ്കാരം അല്പസമയത്തിനകം. കോന്നി മെഡിക്കൽ കോളേജിൽ നിന്ന് വിലാപയാത്രയായാണ് മൃതദേഹം പെരുന്നാട്ടിലെത്തിച്ചത്. കൊലപാതകത്തിന് പിന്നിൽ RSS ആണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ചു. രാവിലെ 8 മണിയോടെ കോന്നി മെഡിക്കൽ കോളേജിൽ നിന്ന് ആരംഭിച്ച വിലാപയാത്രയിൽ 100 കണക്കിന് CPIM പ്രവർത്തകർ പങ്കെടുത്തു. 10 മണിയോടെ മൃതദേഹം പെരുന്നാട് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിലെത്തിച്ചു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ജിതിന് അന്തിമോപചാരം അർപ്പിച്ചു. കൊലപാതകത്തിന് പിന്നിൽ RSS ആണെന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നും ആവർത്തിച്ചു. കൊലപാതക രാഷ്ട്രീയം കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നശിപ്പിക്കാനാവുമെന്നുള്ള ധാരണ മുൻകാലങ്ങളിലെ RSSനും BJPക്കും ഉള്ളതാണ്. യുവജന തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെ ഭാഗവാക്കായി പ്രവർത്തിച്ച് മുന്നോട്ട് പോയിട്ടുള്ള സഖാവ് ജിതിൻ്റെ കൊലപാതകത്തിൽ ഈ നാട് ഒന്നടങ്കം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മുഴുവൻ ആളുകളും പ്രതിഷേധിക്കുകയാണ്. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി വീട്ടിലെത്തിച്ചു. കേസിലെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് പൂർത്തീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. 24 പത്തനംതിട്ട. റവന്യൂ വകുപ്പിലെ സ്ഥലം മാറ്റത്തിനെതിരെ കോഴിക്കോട് ADM-നെതിരെ സമരം ശക്തമാക്കുകയാണ് ഭരണാനുകൂല സംഘടനയായ NGO യൂണിയൻ. സ്ഥലം മാറ്റ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജീവനക്കാർ ADM-നെ ഉപരോധിച്ചത്.
ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ കളക്ടർക്കും ADM-നും കളക്ടറേറ്റിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യമായിരിക്കും എന്ന് NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റിന്റെ വെല്ലുവിളി. 8 ജീവനക്കാരെ സ്ഥലം മാറ്റിക്കൊണ്ട് കഴിഞ്ഞ 12-ന് ഇറങ്ങിയ സ്ഥലംമാറ്റ ഉത്തരവാണ് പ്രതിഷേധത്തിന് കാരണം. ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാർ 13-ന് ADM-നെ 6 മണിക്കൂർ ഉപരോധിച്ചിരുന്നു. ഈ പ്രതിഷേധത്തെ തുടർന്ന് ഈ ഉത്തരവ് ഇന്നലെ വരെ മരവിപ്പിച്ചിരുന്നു. ഇന്ന് ഉത്തരവ് പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയാണ് വീണ്ടും പ്രതിഷേധം തുടങ്ങിയത്. കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് ADM-നെതിരെ നേതാക്കൾ ഉന്നയിച്ചത്. ഈ കളക്ടറേറ്റിലേക്ക് ഞങ്ങളുടെ അനുവാദമില്ലാതെ കടന്നു വരാൻ നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർക്കും ADM-നും കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പറയുന്നത്. കൊയിലാണ്ടി, വടകര, താമരശ്ശേരി താലൂക്ക് ഓഫീസുകളിലെ ജീവനക്കാരും പ്രതിഷേധിക്കുന്നുണ്ട്. നേരത്തെ ADM-നെ ഉപരോധിച്ച NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തിരുന്നു. 24 കോഴിക്കോട്. ആഗോള കത്തോലിക്ക സഭാ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില സങ്കീർണമായി തുടരുകയാണെന്ന് വത്തിക്കാൻ. മാർപ്പാപ്പയുടെ 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധയുണ്ട്. ഞായറാഴ്ച വരെ അദ്ദേഹത്തിന്റെ എല്ലാ പൊതുപരിപാടികളും റദ്ദാക്കി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബ്രോങ്കൈറ്റിസ് ലക്ഷണങ്ങളോടെ 88-കാരനായ മാർപ്പാപ്പയെ റോമിലെ ജെമല്ലി പോളിക്ലിനിക്കിൽ പ്രവേശിപ്പിച്ചത്. 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിക്കുന്ന അവസ്ഥയായ ബൈലാട്രൽ ന്യൂമോണിയയാണ് മാർപ്പാപ്പയ്ക്ക് ബാധിച്ചിരിക്കുന്നതെന്ന് ഡോക്ടേഴ്സ്. ഇന്നലെ ഉച്ചയ്ക്ക് CT സ്കാൻ എടുത്തപ്പോഴാണ് ബൈലാട്രൽ ന്യൂമോണിയ കണ്ടെത്തിയത്. സങ്കീർണമായ അവസ്ഥയായതിനാൽ ആശുപത്രിയിൽ തന്നെ മാർപ്പാപ്പയ്ക്ക് തുടരേണ്ടിവരും. നിലവിൽ ആന്റിബയോട്ടിക് മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ് മാർപ്പാപ്പയ്ക്ക് നൽകുന്നത്. രോഗാവസ്ഥയിലും മാർപ്പാപ്പ വായിച്ചും വിശ്രമിച്ചും പ്രാർത്ഥിച്ചും ദിവസം ചിലവിടുന്നുവെന്ന് വത്തിക്കാൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. തനിക്കായി പ്രാർത്ഥിക്കാൻ മാർപ്പാപ്പ വിശ്വാസികളോട് അഭ്യർത്ഥിച്ചു. 21-ാം വയസ്സിൽ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തതിനാൽ മാർപ്പാപ്പയ്ക്ക് ശ്വാസകോശ അണുബാധ സാധാരണയായി ഉണ്ടാകുമായിരുന്നു. 2023-ന്റെ തുടക്കത്തിൽ മാർപ്പാപ്പയ്ക്ക് ന്യൂമോണിയ ബാധിച്ചിരുന്നു. ആ വർഷം ഉദരശസ്ത്രക്രിയയ്ക്കും വിധേയനായി. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ഞായറാഴ്ച നടക്കുന്ന കുർബാനയിലും മാർപ്പാപ്പ പങ്കെടുക്കില്ലെന്ന് വത്തിക്കാൻ അറിയിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഗസയിലെ വെടിനിർത്തലിന്റെ 2ാം ഘട്ടത്തിൽ മുഴുവൻ ഇസ്രായേലി ബന്ദികളെയും പലസ്തീനി തടവുകാരെയും ഒറ്റഘട്ടത്തിൽ തന്നെ കൈമാറാമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ് ഹമാസ്. സ്ഥിരമായ വെടിനിർത്തലും ഗസയിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ സമ്പൂർണ്ണ പിന്മാറ്റവും ലക്ഷ്യമിട്ടുള്ളതാണ് ഹമാസിന്റെ ഈ നിർദ്ദേശം. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള 7ാം ഘട്ട ബന്ദി കൈമാറ്റത്തിന്റെ ഭാഗമായി നാളെ 4 ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹം 4 ഇസ്രായേൽ ബന്ദികളെ ഹമാസ് ഇസ്രായേലിന് കൈമാറും. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇതിന്റെ വിവരങ്ങൾ പുറത്തുവിടൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശനിയാഴ്ച 6 ഇസ്രായേൽ ബന്ദികളെയും കൈമാറുന്നുണ്ട്. ആദ്യഘട്ട വെടിനിർത്തൽ കരാർ മാർച്ച് 1-ന് അവസാനിക്കും. അടുത്ത ഘട്ട വെടിനിർത്തലിനായുള്ള ചർച്ചകൾ ഈ ആഴ്ച ആരംഭിക്കുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൽ സാർ അറിയിച്ചു. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന് അല്പസമയത്തിനകം തുടക്കമാകും. 2:30-ക്ക് തുടങ്ങുന്ന ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ പാകിസ്ഥാന്റെ എതിരാളികൾ ന്യൂസിലൻഡാണ്. നാളെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. അനിശ്ചിതത്വങ്ങൾക്കും വിവാദങ്ങൾക്കുമൊടുവിൽ 29 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാക് മണ്ണിൽ ഒരു ICC ടൂർണമെന്റിനെന്ന കൊടിയേറ്റം. 8 മുൻനിര ടീമുകൾ അഥവാ ചാമ്പ്യൻ ടീമുകൾ മുഖാമുഖമെത്തുന്ന ചാമ്പ്യൻസ് ട്രോഫി. ഗ്രൂപ്പ് എയിൽ നമ്മുടെ ഇന്ത്യക്കൊപ്പം ആതിഥേയരായ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ന്യൂസിലാൻഡ് എന്നിവർ. ഗ്രൂപ്പ് ബിയിൽ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക, അഫ്ഗാനിസ്ഥാൻ ടീമുകളും. സുരക്ഷാ കാരണങ്ങളാൽ പാകിസ്ഥാനിലേക്കില്ലെന്ന BCCI നിലപാട് വിജയിച്ചതോടെ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ വെച്ചാണ് നടക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടവും ഇതിൽപ്പെടും. ടീം ഇന്ത്യ സെമിയിലേക്കും ഫൈനലിലേക്കും മുന്നേറിയാലും വേദിയിൽ മാറ്റമുണ്ടാകില്ല. കറാച്ചി സ്റ്റേഡിയത്തിലെ പാകിസ്ഥാൻ ന്യൂസിലാൻഡ് പോരാട്ടത്തോടെയാണ് ടൂർണമെന്റിന് തുടക്കം. 2017 നടന്ന ചാമ്പ്യൻസ് ട്രോഫിയുടെ കഴിഞ്ഞ പതിപ്പിൽ ഇന്ത്യയെ തോൽപ്പിച്ച് നേടിയ കിരീടം നിലനിർത്താനാണ് പാകിസ്ഥാന്റെ പടയൊരുക്കം. 2020 ലോകകപ്പിന് പിന്നാലെ മറ്റൊരു ICC കിരീടമാണ് രോഹിത് ശർമ്മയുടെയും സംഘത്തിന്റെയും ലക്ഷ്യം. ഇന്ത്യയെപ്പോലെ 3ാം കിരീടം ലക്ഷ്യമിട്ടെത്തുന്ന ഓസ്ട്രേലിയക്കൊപ്പം ട്രോഫി നേട്ടം 2ആക്കാൻ ദക്ഷിണാഫ്രിക്കയും ന്യൂസിലാൻഡും ഒരുങ്ങി തന്നെയാണ്. അട്ടിമറി മോഹങ്ങളോടെ ഏഷ്യൻ ടീമുകളായ അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശുമുണ്ട്. മാർച്ച് 9-നാണ് പുതിയ കിരീടാവകാശികൾ ആരെന്നറിയുന്ന ഗ്രാൻഡ് ഫൈനൽ. സ്പോർട്സ് ഡെസ്ക് 24.
മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗണേഷ് കുമാർ ചുമതലയേറ്റു. രാവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തെത്തിയാണ് അദ്ദേഹം അധികാരമേറ്റത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് ഗണേഷ് കുമാർ ചുമതലയേറ്റത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന സമിതിയിൽ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയതിനെതിരായ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഗണേഷ് കുമാറിന് രാഷ്ട്രീയ ചായ്വുണ്ട് എന്നാരോപിച്ച് പ്രതിപക്ഷം എതിർപ്പ് തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഭാരവാഹികൾക്ക് ഒഴിഞ്ഞു മാറാനാകില്ലെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിൽ ആമുഖ പ്രസംഗത്തിലാണ് ഖാർഗെയുടെ ഈ പരാമർശം. ആശയപരമായി പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്നവരെ പിന്തുണയ്ക്കണമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. വിനീത VG വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് വിനീത, ഇതിൽ അദ്ദേഹം മല്ലികാർജ്ജുൻ ഖാർഗെ AICC അധ്യക്ഷൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷമാണ് ജനറൽ സെക്രട്ടറിമാരായ നിങ്ങൾക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് യോഗത്തിൽ പറഞ്ഞതല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിജയകുമാർ. ഞാനിപ്പോൾ നിൽക്കുന്ന കോൺഗ്രസ് ആസ്ഥാനത്ത് ഈ ജനറൽ സെക്രട്ടറിമാരുടെ മീറ്റിംഗ് പുരോഗമിക്കുകയാണ്. ഈ യോഗത്തിനിടയിൽ ആമുഖ പ്രസംഗത്തിലായിരുന്നു ഇത്തരമൊരു പരാമർശം മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഭാരവാഹികൾക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ആശയപരമായി പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്നവരെ പിന്തുണയ്ക്കണമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒടിച്ചോടുന്നവർക്ക് ഒപ്പമല്ല നിൽക്കേണ്ടതെന്നും അദ്ദേഹം വിമർശിച്ചിരിക്കുകയാണ്. പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും തടയുന്നതിൽ മോദി സർക്കാർ പൂർണ്ണ പരാജയമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കോൺഗ്രസ് ചില ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലെ ഒരു പരാമർശം കൂടി അദ്ദേഹത്തിന്റെ ആമുഖ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. വോട്ടർ പട്ടികയിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്, ഈ തട്ടിപ്പ് തടയണമെന്നും ഖാർഗെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ച് നാടുകടത്തിയ അമേരിക്കൻ നടപടിക്കെതിരെ പ്രതിഷേധിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിച്ചതിൽ ഈ നിയമനത്തിലും വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിലും നേരത്തെ തന്നെ കോൺഗ്രസ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ ചീഫ് ജസ്റ്റിസിനെ സമിതിയിൽ നിന്ന് കേന്ദ്രം പുറത്താക്കി. രാജ്യത്തെ ചീഫ് ജസ്റ്റിസിന്റെ നിഷ്പക്ഷതയിൽ പോലും സർക്കാരിന് വിശ്വാസമില്ല എന്ന തരത്തിലാണ് അദ്ദേഹം അത് ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യക്ക് മേലുള്ള US തീരുവകളെ എതിർക്കുന്നതിൽ പ്രധാനമന്ത്രി പരാജയപ്പെട്ടുവെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് രാജ്യത്തിനും ഇന്ത്യക്കാർക്കും തികച്ചും അപമാനമുണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇക്കാര്യത്തിലൊക്കെ തന്നെ കോൺഗ്രസ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇന്ന് ഈ ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിൽ ചേർന്ന ആമുഖ പ്രസംഗത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയത്. വിജയകുമാർ, ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി ഈ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ വലിയ പരാജയത്തിന് പിന്നാലെയാണ് AICC ജനറൽ സെക്രട്ടറിമാരുടെ യോഗം ചേർന്നത്. അതിൽ പാർട്ടി ഭാരവാഹികൾക്ക് ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞത്. വിനീത VGയാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ലേഖന വിവാദത്തിൽ ഡോക്ടർ ശശി തരൂരിനെ തള്ളാതെ KPCC അധ്യക്ഷൻ K സുധാകരൻ. ഡോക്ടർ ശശി തരൂർ വലിയ ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല എന്നു K സുധാകരൻ പറഞ്ഞു. ചിലർ അതിനെ വ്യാഖ്യാനിച്ച് വലുതാക്കിയതാണ്. പാർട്ടി തീരുമാനത്തോടെ വിവാദം അവസാനിച്ചെന്നും DYFIയുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ ശശി തരൂർ പങ്കെടുക്കില്ലെന്നും K സുധാകരൻ വ്യക്തമാക്കി. വളരെ സ്നേഹത്തിൽ നമ്മൾ പെരുമാറി എല്ലാവരോടും ഇനി മേലിൽ അങ്ങനെ ഒരു ഉണ്ടാകരുതെന്ന് പറഞ്ഞ് പാർട്ടി തലത്തിൽ തീരുമാനമെടുത്ത് ആ തീരുമാനത്തോടെ അത് തീർന്നു. ഫിനിഷ്ഡ്. അങ്ങനെ അത്ര വലിയ കഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല പുള്ളി. അതിന് മാത്രമുള്ള ഒരു ദ്രോഹമൊന്നും അതിൽ ചെയ്തിട്ടൊന്നുമില്ല. അതിലൊന്നും നിങ്ങൾ എന്നാ പറയുക വ്യാഖ്യാനിച്ച് അത് ഞങ്ങൾ കടലിലോട്ട് കൊണ്ടുപോകാൻ അത് തീർന്നു. അവിടെ നിർത്താൻ പറഞ്ഞത് എല്ലാവരോടും നിർത്തി. എല്ലാവരും അത് അദ്ദേഹം പോകുന്നില്ല. അതിനെപ്പറ്റി ബേജാറുന്നതാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അനാവശ്യ സമരമെന്ന ആരോഗ്യമന്ത്രിയുടെ വിമർശനത്തിന് ആവശ്യവും അനാവശ്യവും മന്ത്രി തിരിച്ചറിയണമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. കേരളത്തിൽ അവരുടെ ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കുറെ ആശാവർക്കർമാർ വന്ന് സമരം ചെയ്യുമ്പോൾ അത് നിയമലംഘനമാണ്, അത് എന്തോ നിയമവിരുദ്ധതയാണ്, ഇതെന്താ ഒരു മാവോയിസ്റ്റുകളാണ്. ഇവിടെ അല്ലാതെ എവിടെ പോയിട്ടാണ് ഇത് പറയുന്നത്? ആരോടാ പറയുന്നത്? ബധിരകർണങ്ങളുമായിട്ട് ഇരിക്കുന്ന ആളുകൾ ഇതിന്റെ അകത്താണ് ഇരിക്കുന്നത്. അവരോടല്ലാതെ പിന്നെ എവിടെ പോയിട്ടാണ് ഇത് പറയേണ്ടത്? അപ്പൊ കേസെടുക്കുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണ്ട. കേസെടുത്തെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറയാൻ ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ വരാം. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ വരാം നിങ്ങളുടെ കൂടെ.
ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി മെഡഗാസ്കർ, മൗറീഷ്യസ് എന്നീ രാജ്യങ്ങളിലേക്ക് നടത്തിയ ബിസിനസ് ഡെലിഗേഷനിൽ ഇന്ത്യൻ ടൂറിസത്തിന് പ്രതിനിധിയായി മലയാളി തെരഞ്ഞെടുക്കപ്പെട്ടു. ബെന്നീസ് റോയൽ ടൂർസ് മാനേജിംഗ് ഡയറക്ടർ ബെന്നീസ് പനികുളങ്ങരയാണ് ഡെലിഗേറ്റായി പങ്കെടുത്തത്. 5 ദിവസം പര്യടനം നടത്തിയ സംഘം വിവിധ രാജ്യങ്ങളിൽ ബിസിനസ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള ചർച്ചകളിൽ പങ്കെടുത്തു. ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് വ്യവസായം, വ്യാപാരം, ടൂറിസം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി. കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സ്വർണ്ണത്തിൻ സ്നേഹത്തിൽ സ്പർശ